ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DBMSൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീപ്പിൾ ഹു ഇൻട്രാക്ട് വിത്ത് ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പീപ്പിൾ ആരൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സെക്കൻഡ് വൺ ഡാറ്റാബേസ് ഡിസൈനേഴ്സ്, തേർഡ് വൺ എൻഡ് യൂസേഴ്സ് ആൻഡ് ഫോർത്ത് വൺ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇനി ഈ നാലെണ്ണം എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നമുക്കറിയാം അഡ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു സ്ഥാപനത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക, അവരെന്തിനൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കും, അത് ഓവറോൾ കോർഡിനേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെ ഓവറോൾ കോർഡിനേറ്റിങ്ങും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും ഒക്കെ ആരാ ചെയ്യുന്നത്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ in a database environment, the primary resource is the database itself and the secondary resource is the DBMS and related software. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ എൻവയോൺമെൻറ്റിൽ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ട് വരുന്നത് എന്താ, DBMS ആൻഡ് റിലേറ്റഡ് സോഫ്റ്റ്വെയർസ്, അതുമായിട്ട് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് എന്ത് ഫസ്റ്റായിട്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വരിക. So administering these resources is the responsibility of the database administrator. അതായത് ഈ റിസോഴ്സസ് എന്തൊക്കെയാണ്, ഈ ഡാറ്റാബേസും അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ആ റിസോഴ്സസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഓക്കെ, അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഈ DBAക്കാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ്, the database administrator is responsible for authorizing access to the database. അതായത് ഡാറ്റാബേസിലേക്ക് ആരൊക്കെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസ്, അതായത് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അൺഓതറൈസ്ഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് അത് ആക്സസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലാത്തവരിപ്പോൾ ഈ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് അറിയാത്ത ആളുകളൊക്കെ ഡാറ്റാബേസ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഓതറൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിൾ ആണ് എന്തിനു വേണ്ടിയിട്ട്, ഓതറൈസ് ആക്സസ് ടു ദി ഡാറ്റാബേസിലേക്ക് ഓതറൈസിങ് ആക്സസ് ഒക്കെ ആർക്കൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും എന്താണ് ഈ ഡാറ്റാബേസിലേക്കുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്സസ് ആർക്കാണുള്ളത്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റിംഗ് ആൻഡ് മോണിറ്ററൈസിങ് ഇറ്റ്സ് യൂസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ആരാണ്, DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. നെക്സ്റ്റ്, അക്വയറിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിസോഴ്സസ് ആസ് നീഡഡ്. ഇപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്താ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ അക്വയർ ചെയ്യുന്നത് ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. പിന്നെ ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് accountable for problems such as security breaches and poor system response time. അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഡാറ്റാബേസിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഓവർകം ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും പുവർ സിസ്റ്റം റെസ്പോൺസ് ടൈം, അതായത് നമ്മളിപ്പോൾ ഒരു ക്വറി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ അതേ സമയത്ത് നമുക്ക് വേണ്ട സമയത്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഉത്തരവാദിത്തക്കാർക്കാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, അഡ്മിനിസ്ട്രേറ്ററുടെ ഇത്രയും പോയിൻറ്റ്സ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാറ്റാബേസ് ഡിസൈനേഴ്സാണ്. അതായത് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ആളുകൾ, ഡിസൈനേഴ്സ്. ഓക്കെ, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഐഡൻറ്റിഫൈങ് ദ ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. അതായത് ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സാണ് ഡാറ്റാബേസിൽ എന്തൊക്കെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്, ഈ ഡിസൈനേഴ്സാണ്. ഓക്കെ, ഡാറ്റാബേസിലേക്ക് എന്തൊക്കെ ഡാറ്റാസൊക്കെ കൊടുക്കണം എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ദെൻ ചൂസിങ് അപ്രോപ്രിയേറ്റ് സ്ട്രക്ചേഴ്സ് ടു റെപ്രസെൻറ്റ്
and store this data. That means ഈ എന്തൊക്കെ ഡാറ്റാസ് വേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ എന്തൊക്കെ ഡാറ്റാസ് വേണമെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അതൊക്കെ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. ഈ ഡാറ്റാസ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ആരാണ്? ഈ ഡിസൈനേഴ്സാണ്. ഓക്കെ. Communicate with all prospective database users to understand their requirements and to create a design. അതായത് ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഒരുപാട് യൂസേഴ്സ്, ഇപ്പോൾ നമ്മളെ പോലെയുള്ള യൂസേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഡാറ്റാബേസ്, നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ പ്രോസ്പെക്റ്റീവ് ഡാറ്റാബേസ് യൂസേഴ്സ്, ആ ഡാറ്റാബേസ് ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഉള്ള യൂസേഴ്സിനെയൊക്കെ അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ക്രിയേറ്റീവായിട്ട് ഉള്ളൊരു ഡിസൈനാണ് ആര് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ഓക്കെ. ഇപ്പോൾ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് മാത്രം നോക്കിക്കൊണ്ടൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസേഴ്സാണ് അത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചും കൂടെ കളക്റ്റീവായിട്ട് അതിന് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഡിസൈനേഴ്സാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് പൊട്ടൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ആൻഡ് ഡെവലപ്പ് വ്യൂസ് ഓഫ് ഡാറ്റാബേസ് ദാറ്റ് മീറ്റ് ദ ഡാറ്റ പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ എല്ലാ ഡിസൈൻ യൂസേഴ്സിൻ്റെ അവരുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണോ നോക്കി വെച്ചു. അപ്പോൾ ഇതനുസരിച്ച് എല്ലാ യൂസേഴ്സിൻ്റെയും റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അതിന് വേണ്ടത് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഡാറ്റാബേസ് ഡിസൈനേഴ്സിൻ്റെ. ഓക്കെ. എല്ലാ ടൈപ്പുള്ള യൂസേഴ്സായിട്ട് അവർ എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ടാണ് അവരുടെ വ്യൂ അനുസരിച്ചൊരു അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ each view is then analyzed and integrated with the views of other user group. That means ഇപ്പോൾ ഓരോരുത്തരുടെ വ്യൂവും ഈച്ച് വ്യൂ ഈസ് ദെൻ അനലൈസ്ഡ്, എല്ലാ വ്യൂസും എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ വ്യൂസ് ഓഫ് അതർ യൂസർ ഗ്രൂപ്പ്സ്. പിന്നെ അവരുടെ വ്യൂസ് മാത്രമല്ല, ബാക്കിയുള്ള യൂസേഴ്സിൻ്റെ വ്യൂ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ്, അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അനലൈസ് ചെയ്യും. The final database design must be capable of supporting the requirements of all user groups. That means ഫൈനലായിട്ട് നമ്മളിതെല്ലാം അനലൈസ് ചെയ്തിട്ട് എല്ലാ യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം അവർ ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താ? കേപ്പബിൾ ഓഫ് സപ്പോർട്ടിങ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓൾ യൂസർ ഗ്രൂപ്പ്സ്. എല്ലാ ടൈപ്പ് ഓഫ് യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്തായിരിക്കും? ഡാറ്റാബേസ് ഡിസൈൻ ആയിരിക്കും ആര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എൻഡ് യൂസേഴ്സ്, മൂന്നാമത്തത്. എൻഡ് യൂസേഴ്സ് മീൻസ് എൻഡ് യൂസേഴ്സ് ആർ ദി പീപ്പിൾ whose jobs require access to the database for querying, updating and generating reports. That means ഇവർക്കാണ് ഇവരുടെ ജോബ് എന്താണ്? ഡാറ്റാബേസിലേക്ക് ആക്സസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ക്വറി ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ. അതായത് അതിൻ്റെ ഒരു മാനേജിങ്. ഓക്കെ. ദീസ് ആർ സെവറൽ കാറ്റഗറീസ് ഓഫ് എൻഡ് യൂസേഴ്സ്. ഇവർക്ക് ഇത് കുറച്ച് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ എൻഡ് യൂസേഴ്സിനെ മാത്രം ഒരു 4 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കാഷ്വൽ എൻഡ് യൂസേഴ്സ്, സെക്കൻഡ് വൺ naive or parametric end users, third one sophisticated end users, and fourth one standalone users. അതിൽ ഒന്നാമത്തെ എ പറയാണ് കാഷ്വൽ എൻഡ് യൂസേഴ്സ്. കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ എൻഡ് യൂസേഴ്സ് ഒക്കേഷണലി ആക്സസ് ദ ഡാറ്റാബേസ് ബട്ട് ദേ മേ നീഡ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ഈച്ച് ടൈം. ദാറ്റ് മീൻസ് നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നത് എപ്പോഴും അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്. കാഷ്വൽ എൻഡ് യൂസേഴ്സ് ഒക്കേഷണലി ആക്സസ്, അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യണം. ബട്ട് ദേ നീഡ്
ദേ മേ നീഡ് ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ഈച്ച് ടൈം. അവർ എപ്പോഴാണോ ആക്സസ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ അവർക്ക് എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻസ് ആയിരിക്കും അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കുക. ഓരോ സമയത്ത് അത് അവർ ആക്സസ് ചെയ്യുന്ന സമയത്ത് മാറിക്കൊണ്ടിരിക്കും. ദേ യൂസ് എ സോഫിസ്റ്റിക്കേറ്റഡ് ഡാറ്റാബേസ് ക്വറി ലാംഗ്വേജ് ടു സ്പെസിഫൈ ദെയർ റിക്വസ്റ്റ്. അതായത് അവർ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ക്വറി ലാംഗ്വേജ് ടു സ്പെസിഫൈ ദെയർ റിക്വസ്റ്റ്. അവരുടെ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഡാറ്റാബേസ് ക്വറി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ടിപ്പിക്കലി മിഡിൽ ഓർ ഹൈ ലെവൽ മാനേജേഴ്സ് ഓർ അതർ ഒക്കേഷണൽ ബ്രൗസേഴ്സ്. അതായത് ഈ കാഷ്വൽ യൂസേഴ്സ് എന്തായിരിക്കാം, മാനേജേഴ്സ്, അതായത് ഹൈ ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നെയ്വ് ഓർ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. നെയ്വ് മീൻസ് ഇപ്പോൾ എന്താ പറയുക, നെയ്വ് ഓർ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് മേക്കപ്പ് എ സൈസബിൾ പോർഷൻ ഓഫ് ഡാറ്റാബേസ് എൻഡ് യൂസേഴ്സ്. അതാണ് ഇവരാണ് എന്താണ് ഒരു അത്യാവശ്യം നല്ലൊരു പോർഷനും ഡാറ്റാബേസ് എന്ത് ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ മേക്കപ്പ് ചെയ്തെടുക്കുന്നത്. ദെൻ their main job function is constantly querying and updating the database. അവർ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ക്വറീസ് യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റാബേസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദ ടാസ്ക് ദാറ്റ് സച്ച് യൂസേഴ്സ് പെർഫോം ആർ വാരിയഡ്. അവരുടെ എന്താ ടാസ്കുകൾ അല്ലെങ്കിൽ അവരുടെ വർക്കൊക്കെ എന്തായിരിക്കും, അവരുടെ ഈ യൂസേഴ്സിൻ്റെ വർക്ക് എന്താ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സമയത്തും ഓരോന്നായിരിക്കും അവരുടെ ടാസ്കുകൾ. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ അല്ലേ, ഈ റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിലൊക്കെ അതുപോലെ തന്നെ ബാങ്കിലുള്ള ക്ലർക്കില്ലേ, അവരൊക്കെ എന്താണ് ഇതേപോലെ നേവി യൂസേഴ്സിൽ വരുന്നതാണ്. എന്താ, അവർക്ക് ആ ഡാറ്റാബേസിനെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള നോളജും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, ഇപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു, നമുക്ക് ഇന്ന സമയത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന സമയത്തേക്ക് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചൊന്നും അവർ ബോധേഡ് അല്ല, അവർക്ക് അറിയില്ല. ജസ്റ്റ് അവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബാങ്കിലുള്ള ക്ലർക്സൊക്കെ ട്രാൻസാക്ഷൻസ് അവരിങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്നു, അത് അടിക്കുന്നു, ഇത്ര എമൗണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ, ഡാറ്റാബേസിൽ ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട് ഒക്കെ. അപ്പോൾ അതൊന്നും ആർക്കറിയില്ല, ഈ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല. അപ്പോൾ അവരെയൊക്കെ നമുക്ക് എന്തിൽ നേവി യൂസേഴ്സിൽ ഉൾപ്പെടുത്താം. ദെൻ സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ്. നാലാമത്തെ, സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് ഇൻക്ലൂഡ് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്. ഓക്കെ, ആരൊക്കെയാണ്? എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് ഒക്കെ ഇതിൽ വരും, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ വരും. ഓക്കെ, ഇവരാണ് മെയിൻ ഡാറ്റാബേസ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് അതേഴ്സ് ഹൂ ഫെമിലറൈസ് വിത്ത് ദ ഫെസിലിറ്റീസ് ഓഫ് ദ database management system to implement their own application to meet their complex requirements. അതായത് അവരെന്താണ് ഫെമിലറൈസ് ആണ് വിത്ത് ദ ഫെസിലിറ്റീസ് ഓഫ് ദ DBMS. അപ്പോൾ DBMS എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ കൊടുക്കുന്നത് അതൊക്കെ ആയിട്ട് അവരെന്താണ് ഫെമിലറൈസ്ഡ് ആണ്. അതായത് ഡെവലപ്പേഴ്സ് അല്ലേ, ഡെവലപ്പേഴ്സിന് ആ കാര്യങ്ങളെല്ലാം എന്തായിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിരിക്കുന്നൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ദെയർ ഓൺ ആപ്ലിക്കേഷൻസ് ടു മീറ്റ് ദെയർ കോംപ്ലക്സ് റിക്വയർമെൻറ്റ്സ്. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം അവർക്ക് എന്തായിരിക്കും, അതിനെ പറ്റിയുള്ളൊരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ്. സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഡാറ്റാബേസ് ബൈ യൂസിങ് റെഡിമെയ്ഡ് പ്രോഗ്രാം പാക്കേജസ്. അവരുടെ പേഴ്സണൽ ഡാറ്റാബേസ് മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പേഴ്സണൽ ഡാറ്റാബേസ് മീൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഒരു
അവരെന്താ ഗ്രാഫിക്സ് ബേസ്ഡ് ഇൻ്റർഫേസസ് ആയിരിക്കും അവർക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഒരു ടാക്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സ് പാക്കേജ് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണത് അല്ലേ. മറ്റുള്ളവരുടെ കാണാനോ അവരുടെ കാര്യങ്ങൾക്ക് ആക്സസിങ് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവർക്ക് അവരുടെ മാത്രം കാണാനും അതുപോലെ തന്നെ അതിൽ മാത്രം എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യൂസേഴ്സിന് പറയുന്നതാണ് സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ്. മനസ്സിലായോ? അതായത് അവരുടെ പേഴ്സണൽ ഡാറ്റാബേസ് അവർക്ക് എന്തൊക്കെ നീഡ്സ് ആണോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡാറ്റാബേസ്. അത് അവർക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും അതിലേക്കൊരു ആക്സസിങ് ഉണ്ടായിരിക്കില്ല. ലാസ്റ്റ് വൺ, സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സ്. 4th വണ്ണാണ് സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഇവരെന്താ ചെയ്യുന്നത്? സിസ്റ്റം അനലിസ്റ്റ് ഡിറ്റർമൈൻ, ഇത് 4th വണ്ണാട്ടോ. 4ാമത്തെ ഞാനവിടെ നമ്പറിങ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ സിസ്റ്റം അനലിസ്റ്റ് ഡിറ്റർമൈൻ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഈ സിസ്റ്റം അനലിസ്റ്റ് ആണ്. എസ്പെഷ്യലി നെയ്വ് ആൻഡ് പാരാമെട്രിക് യൂസേഴ്സ്. നെയ്വ് ഓർ പാരാമെട്രിക് ആ യൂസേഴ്സിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത് ആരാണ്? ഈ സിസ്റ്റം അനലിസ്റ്റ് ആണ്. ദെൻ ദേ ടെസ്റ്റ്, ഡീബഗ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ കാനഡ് ട്രാൻസാക്ഷൻസ്. അതായത് അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റാബേസ് ടെസ്റ്റ് ചെയ്യുന്നതും, ഡീബഗ് മീൻസ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുന്നതും, ഡോക്യുമെൻറ്റേഷനും മെയിൻറ്റെയിനൊക്കെ ചെയ്യുന്നത് ആരാണ്? എല്ലാ ട്രാൻസാക്ഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ സിസ്റ്റം അനലിസ്റ്റ് ആണ്. ഓക്കെ. കാനഡ് ട്രാൻസാക്ഷൻസ് മീൻസ് സീക്രട്ട് അല്ലെങ്കിൽ സേഫ് ഡാറ്റാസ്, നമ്മൾ സൂക്ഷിച്ചു വെച്ച ഡാറ്റാസിനാണ് കാനഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലും അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ സിസ്റ്റം അനലിസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. ദെൻ സച്ച് അനലിസ്റ്റ് ആൻഡ് പ്രോഗ്രാമേഴ്സ് കോമൺലി റെഫർ ടു ആസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഓർ എഞ്ചിനീയേഴ്സ്. അതന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്.